പ്രധാന വാർത്തകൾ. കുമരമ്പത്തൂർ പയ്യനടം ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ശുദ്ധീകരണശാല സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. 1000-ഓളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങി. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ഒരാഴ്ച വേണ്ടിവരുമെന്ന് വാട്ടർ അതോറിറ്റി. പെരിന്തൽമണ്ണ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കൂട്ട സിസേറിയൻ നടത്തിയതുമായി ബന്ധപ്പെട്ട് മലപ്പുറം DMO അന്വേഷണം നടത്തി. അനസ്തേഷ്യസിന്റെ അഭാവം മൂലമാണ് കൂട്ട സിസേറിയൻ നടത്തേണ്ടി വന്നതെന്ന് വിശദീകരണം. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം നിയമക്കുരുക്കിൽ. കെട്ടിട നിർമ്മാണത്തിനെതിരെ സ്വകാര്യ വ്യക്തി നൽകിയ പരാതി തീർപ്പായില്ല. പ്രശ്നപരിഹാരത്തിന് ജനപ്രതിനിധികൾ ഇടപെടണമെന്ന് ആവശ്യം. വളർച്ചയുടെ പടവുകൾ വിശദീകരിച്ച് കുടുംബശ്രീ മിഷന്റെ പുസ്തകയാത്ര. കുടുംബശ്രീക്കായി മണ്ണർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് ഉദ്ഘാടനം ഒക്ടോബർ 1-ന്. പെരിന്തൽമണ്ണ മാനത്തുമംഗലം പൊന്നിയാംകുറിശി ബൈപ്പാസിന്റെ നിർമ്മാണം വൈകുന്നതിനെതിരെ മലപ്പുറം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്ത്. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ബൈപ്പാസ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് അസോസിയേഷൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കുമരമ്പത്തൂർ പയ്യനടം ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ശുദ്ധീകരണശാല സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. ഇതോടെ 1000-ഓളം കുടുംബങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് കുടിവെള്ളം മുടങ്ങും. സാമൂഹ്യവിരുദ്ധർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്നുള്ള ശുദ്ധീകരണശാലയുടെ വാതിലുകൾ തകർത്താണ് സാമൂഹ്യവിരുദ്ധർ കെട്ടിടത്തിന്റെ അകത്തു കടന്നിരിക്കുന്നത്. 3 പ്രദേശങ്ങളിലേക്കുള്ള മോട്ടോറുകളുടെ സ്റ്റാർട്ടർ, വാൽവുകൾ, ക്ലീനിംഗ് പൈപ്പുകൾ, ലൈറ്റുകൾ തുടങ്ങി നിരവധി വിലപിടിപ്പുള്ള സാധനങ്ങൾ കേടുവരുത്തിയിട്ടുണ്ട്. വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഫോഴ്സ് നിയന്ത്രിക്കുന്ന വാൽവുകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും 10 ലക്ഷത്തിലധികം വില വരുന്ന പമ്പ് ഹോസിനകത്തെ മറ്റ് സാമഗ്രികൾക്ക് തകരാറ് സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും നശിപ്പിക്കപ്പെട്ടവയെല്ലാം ശരിയാക്കി പമ്പ് ചെയ്ത വെള്ളത്തിൽ വിഷപദാർത്ഥങ്ങളോ മറ്റോ കലർന്നിട്ടുണ്ടോ എന്നെല്ലാം പരിശോധിച്ച് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ വെള്ളപ്പാടം, ചങ്ങനേരി, വട്ടമ്പലം മേഖലകളിലായിട്ട് 94 പൊതുടാപ്പുകൾ വഴി ജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രദേശം മുഴുവൻ വിതരണ ശൃംഖല വരാത്ത കാരണം ഇപ്പം നമ്മൾ 1.5 ദിവസങ്ങളിലാണ് പമ്പിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി ശരിക്കും പറയുകയാണെങ്കിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിക്കാറുണ്ട്. അത് സർക്കാർ മാനദണ്ഡ പ്രകാരം പഞ്ചായത്തിന് കൈമാറുന്ന ഒരു പദ്ധതിയാണ്. പക്ഷെ അന്ന് മിനിസ്റ്റർ ഉദ്ഘാടന വേളയിൽ തൽക്കാലിക വാട്ടർ അതോറിറ്റി തന്നെ നടത്തും എന്നുള്ളത് കാരണം ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പ്രൊജക്ട് വിഭാഗം ആണത് ദിവസക്കൂലി വ്യവസ്ഥയിൽ ഓപ്പറേറ്റർമാരെ വെച്ചാണ് നമ്മൾ 1.5 ദിവസങ്ങൾ. കാരണം ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ ആവശ്യം അനുസരിച്ച് അത്ര പമ്പിങ് ആവശ്യമുള്ളൂ. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച 22-ാം തീയതി പമ്പിങ് നടത്തിയതിന് ശേഷം ഇന്നലെ കാലത്താണ് നമ്മൾ ദിവസക്കൂലിക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റർ വന്ന് നോക്കിയപ്പോഴാണ് മുൻവശത്തെ പ്രധാന വാതിൽ പൊളിച്ചു. പിന്നെ വെള്ളപ്പാടം മേഖലയുടെ സ്റ്റാർട്ടറും പംസെറ്റും വേറെ വരുത്തിയിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ തോത കഴിയുന്ന ഒരു വാട്ടർ ഇന്ത്യയുണ്ട്, അത് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്ലോറിൻ ഫീഡ് ചെയ്ത് പോകുന്ന ഒരു ലൈന്, കമ്പനിയിൽ ക്ലോറിൻ ഫീഡ് ചെയ്ത് പോകുന്ന ലൈന് അത് അറുത്തുമാറ്റിയതായിട്ട് കാണുന്നുണ്ട്. തൽക്കാലം ഇത് കാരണം നമുക്ക് ഭാഗികമായിട്ട് കുടിവെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശുദ്ധീകരണശാല നശിപ്പിച്ച് 3 പ്രദേശങ്ങളിലെ 1000-ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം ഇല്ലാതാക്കിയ സാമൂഹ്യവിരുദ്ധരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഈ പഞ്ചായത്തിലെ ഒട്ടനേകം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. ഇതിനകത്ത് കയറി ഇത് വളരെ ആസൂത്രിതമായാണ് ഇവിടുത്തെ മിഷനറിക്ക് തകരാറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ കരുതലോടുകൂടെയുള്ള നീക്കമുണ്ടായിരുന്നില്ല എങ്കിൽ വലിയ നഷ്ടങ്ങളും അപകടങ്ങളും ഒക്കെ സംഭവിക്കുമായിരുന്നു. ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട അധികാരികളും നിയമപാലകർ മുഖേനയും ഇതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നതുമായി ആലോചിക്കും. കഴിഞ്ഞ മാർച്ച് 17-ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതി കമ്മീഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും പണി പൂർത്തിയാവാതിരുന്നതിനാൽ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടില്ല. അതിനാൽ വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേക വിഭാഗത്തിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. ഒക്ടോബർ ആദ്യവാരത്തിൽ പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുക്കാനിരിക്കെ ഇത്തരമൊരു സംഭവം ഉണ്ടായതിനാൽ ഏറ്റെടുക്കൽ വൈകുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ നൽകുന്ന വിവരം. പെരിന്തൽമണ്ണ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കൂട്ട സിസേറിയൻ നടത്തിയ സംഭവം സംബന്ധിച്ച് മലപ്പുറം DMO ഡോക്ടർ ഉമ്മർ ഫാറൂഖ് അന്വേഷണം നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് NRHM, DPM ഡോക്ടർ റോസ്മേരി നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DMO ആശുപത്രിയിൽ നേരിട്ടെത്തി സംഭവത്തെപ്പറ്റി അന്വേഷിക്കുകയായിരുന്നു. അനസ്തേഷ്യസിന്റെ അഭാവം മൂലമാണ് കൂട്ട സിസേറിയൻ നടത്തിയതെന്നാണ് DMOയുടെ വിശദീകരണം. പെരിന്തൽമണ്ണ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നടന്ന 16 പ്രസവങ്ങളിൽ 13 സിസേറിയൻ ആയിരുന്നു.
താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ കീഴിൽ ചികിത്സയിലായിരുന്നു ഈ 16 പേരും. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് NRHM DPM ഡോക്ടർ റോസ്മേരി പ്രാഥമിക അന്വേഷണം നടത്തി DMOക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉമ്മർ ഫാറൂഖ് ചൊവ്വാഴ്ച പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിലെത്തി കൂട്ട സിസേറിയൻ സംബന്ധിച്ച് നേരിട്ട് അന്വേഷണം നടത്തിയത്. മയക്ക് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നതിന് അനുസരിച്ച് ഒറ്റ ദിവസം 13 പ്രസവ ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരുന്നുവെന്നാണ് DMOയുടെ വിശദീകരണം. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് സിസേറിയൻ വേണ്ടിവരുന്നതെന്നും DMO പറഞ്ഞു. ഒരു ദിവസം നമുക്ക് സിസേറിയൻ കൂടാൻ കഴിയും. മൊത്തം നമ്മുടെ താലൂക്ക് ആശുപത്രി സിസേറിയൻ 37% 37%. അത് ജയിച്ച അവരുടെയും അല്പം കൂടുതലാണ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലും കൂടുതലുള്ള സിസേറിയൻ 60% തിരൂർ ജില്ലാ ആശുപത്രിയിൽ 60% സിസേറിയൻ വരും. അപ്പോൾ അതുമാതിരി കമ്പയർ ചെയ്യുമ്പോൾ പെരിന്തൽമണ്ണയിൽ 37% അത്ര കൂടുതലല്ല. എങ്കിലും ഈ ദിവസം 14 പ്രസവം നടത്തി 13 സിസേറിയനുള്ള കാരണം ഇതാണെന്നാണ് അവിടെ പ്രാഥമിക റിപ്പോർട്ട് തന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ 37% സിസേറിയൻ നിരക്ക്. സംസ്ഥാന നിരക്കിനേക്കാൾ കൂടുതലാണിത്. എന്നാൽ തിരൂർ താലൂക്ക് ആശുപത്രിയിൽ സിസേറിയൻ നിരക്ക് 50%-ൽ കൂടുതലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് ജില്ലാ മെഡിക്കൽ സംഘം അറിയിച്ചു. ഇപ്പോൾ തിരൂരങ്ങാടി, മലപ്പുറം എന്നീയിടങ്ങളിൽ നിന്നാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ അനസ്തേഷ്യസ്റ്റ് എത്തുന്നത്. സ്ഥിരം അനസ്തേഷ്യസ്റ്റിനെ നിയമിക്കാൻ നടപടിയെടുത്തതായും അനസ്തേഷ്യക്കും ശസ്ത്രക്രിയക്കും പണം ഈടാക്കുന്നതായി ലഭിച്ച പരാതി പരിശോധിക്കുമെന്നും ജില്ലാ മെഡിക്കൽ സംഘം അറിയിച്ചിട്ടുണ്ട്. സൗദിയിൽ വെടിയേറ്റ് മരിച്ച കോതകുറിശി സ്വദേശിയുടെ മൃതദേഹം സംസ്കരിച്ചു. ഒറവൻകുണ്ടിൽ മരക്കാരുടെ മൃതദേഹമാണ് വിമാനമാർഗം നാട്ടിലെത്തിച്ച് ചൊവ്വാഴ്ച ഉച്ചയോടെ സംസ്കരിച്ചത്. ആഗസ്റ്റ് 31-നാണ് മരക്കാർ അറബി യുവാവിന്റെ വെടിയേറ്റ് മരിച്ചത്. സൗദിയിലെ അൽ ഉമറിലെ സ്റ്റേഷനറി കടയിൽ ജീവനക്കാരനായിരുന്നു മരക്കാർ. കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ അറബി യുവാവിന് കടം നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചതെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. സഹോദരൻ വഴിയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. ചൊവ്വാഴ്ച 11:30-യോടെ കരിപ്പൂർ എയർപോർട്ടിലെത്തിച്ച മൃതദേഹം ഉച്ചയോടെയാണ് കോതകുറിശ്ശിയിലെ വീട്ടിലെത്തിച്ചത്. 15 മിനിറ്റ് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പാലക്കോട് പടിഞ്ഞാറേപ്പള്ളി ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ അന്തിമോപചാരമർപ്പിച്ചു. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനായില്ല. സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതാണ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമായിരിക്കുന്നത്. MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കെട്ടിട നിർമ്മാണ തടസ്സങ്ങൾ നീക്കാൻ രംഗത്ത് വരണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണത്തിനെതിരെ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ച് കെട്ടിട നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത്. സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് കെട്ടിടം പൂർത്തിയായാൽ വായുവും വെളിച്ചവും ലഭിക്കില്ലെന്ന് കാണിച്ചാണ് സ്ഥലമുടമ കോടതിയെ സമീപിച്ചത്. സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചപ്പോഴേക്കും കെട്ടിടത്തിന്റെ 25% നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. നിലവിൽ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ കമ്പിയും മെറ്റലും സിമന്റുമെല്ലാം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയെ സമീപിച്ച ഈ സ്വകാര്യ വ്യക്തിയുമായി MLA MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്ത പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. മുണ്ടൂർ ചെർപ്പശ്ശേരി സംസ്ഥാന പാതയിൽ മംഗലാകുന്നിനും തിരുവാഴിയോടിനുമിടയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ 28 സെന്റ് സ്ഥലത്താണ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നത്. 45 ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ അനുവദിച്ച തുക 8 മാസത്തിനുള്ളിൽ ചിലവഴിക്കാനാണ് നിർദ്ദേശം. അല്ലാത്തപക്ഷം തുക നഷ്ടമാവുകയും ചെയ്യും. ഈ നിലയിൽ നിശ്ചയിച്ച സമയത്തിനകം കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനാകുമോ എന്ന ആശങ്കയും ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. ഈ വർഷത്തെ ദേശീയ രക്തദാന ദിന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പെരിന്തൽമണ്ണയിൽ നടക്കും. പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിന്റെയും നഗരസഭയുടെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ദേശീയ രക്തദാന ദിനമായ ഒക്ടോബർ 1-ന് പെരിന്തൽമണ്ണയിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രി ബ്ലഡ് ബാങ്കിൽ നടന്ന ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും യോഗത്തിൽ പരിപാടിക്ക് അന്തിമ രൂപം നൽകി. ദേശീയ രക്തദാന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ രക്തദാന ആരോഗ്യ ബോധവൽക്കരണ റാലി നടത്തും. പെരിന്തൽമണ്ണയിലെ ആശുപത്രികളിലെ ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരെ റാലിയിൽ പങ്കെടുപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് 1000 പേർ രക്തം ദാനം ചെയ്യും. DYFI, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, CITU, STU, NGO യൂണിയൻ, NGO അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തകരും വിവിധ ക്ലബ്ബുകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിലായിരിക്കും രക്തദാനം ചെയ്യുക. പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി മഞ്ഞളാംകുഴലി നിർവഹിക്കും. പരിപാടിക്ക് രൂപം നൽകാൻ ചേർന്ന യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉമർ ഫാറൂഖ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ സക്കീന, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ K സുധാകുമാരി, ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ T സരോജിനി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഫാത്തിമ ഷഹനാസ് എന്നിവർ സംസാരിച്ചു.
രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാര സംഘടനകളുടെയും പ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ മിഷൻ പുസ്തകയാത്രയ്ക്ക് ശ്രീകൃഷ്ണപുരത്ത് സ്വീകരണം നൽകി. കലാസാഹിത്യ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ തുല്യതയുടെയും സ്വയം പര്യാപ്തതയുടെയും പടവുകൾ ചവിട്ടിക്കയറാൻ സ്ത്രീ സമൂഹത്തെ പ്രാപ്തമാക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിന് 14 വയസ്സ് തികയുകയാണ്. നിലവിലെ സാമൂഹ്യ വ്യവസ്ഥിതിക്കകത്ത് ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബശ്രീ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങൾ കുടുംബശ്രീ CDSകൾ മുഖേന ശേഖരിച്ച് പുസ്തക രൂപത്തിലാക്കി സമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് പുസ്തകയാത്രയിലൂടെ ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ചൊവ്വാഴ്ചയാണ് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ പ്രവേശിച്ചത്. ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നിരവധി കുടുംബശ്രീ പ്രവർത്തകർ അണിനിരന്ന ഘോഷയാത്രയോടെയാണ് പുസ്തകയാത്രയെ സ്വീകരണവേദിയായ സംഗീതശില്പം ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചത്. കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച കലാപരിപാടികൾ സ്വീകരണ യോഗത്തിന് മാറ്റുകൂട്ടി. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രശസ്ത വ്യക്തികൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. കുടുംബശ്രീ CDSകൾ തയ്യാറാക്കിയ പുസ്തകങ്ങൾ ചടങ്ങിൽ ബന്ധപ്പെട്ടവർ ഏറ്റുവാങ്ങി. കുടുംബശ്രീ പുസ്തകയാത്രയ്ക്ക് ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് കുളപ്പുള്ളിയിൽ സ്വീകരണം നൽകും. ഷൊർണൂർ നിയോജക മണ്ഡലം തല സ്വീകരണമാണ് കുളപ്പുള്ളിയിൽ ഒരുക്കിയിട്ടുള്ളത്. KSLE ഖായമലെ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും. മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കുടുംബശ്രീ ഓഫീസ് ഉദ്ഘാടനം ഒക്ടോബർ 1-ന് 4 മണിക്ക് പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രസിഡന്റ് K റഫീഖ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ പ്രവർത്തനം വേഗത്തിലും എളുപ്പത്തിലും ആക്കുന്നതിനു വേണ്ടിയാണ് CDS ഓഫീസ് ആധുനികവൽക്കരിക്കുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പുതിയ ഭരണസമിതി അധികാരത്തിലേറി 2ാമത്തെ വാർഷികമാണ് അർത്ഥമാക്കുന്നത്. മണ്ണാർക്കാട് പഞ്ചായത്ത് കുടുംബശ്രീ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പുതിയ ബിൽഡിംഗ് അന്ന് സമർപ്പിക്കാൻ 1-ാം തീയതി ബഹുമാനപ്പെട്ട 1/10/2012 ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ അവരുടെ സാന്നിധ്യം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒപ്പം തന്നെ കുടുംബശ്രീയുടെ ഘോഷയാത്രവും വാർഷിക പദ്ധതി കൊണ്ടാടുന്നുണ്ട്. CDS ഓഫീസിന്റെ ഉദ്ഘാടനത്തോടൊപ്പം കുടുംബശ്രീ 14ാം വാർഷികവും നടക്കും. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കും. കൂടാതെ മലിനീകരണ നിയന്ത്രണ ബോർഡ് സംസ്ഥാന അവാർഡ് നേടിയ അൽമ ഹോസ്പിറ്റലിനെയും എയ്ഡഡ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ SSLC പരീക്ഷയ്ക്കിരുത്തി 100% വിജയം കൈവരിച്ച് സംസ്ഥാനതലത്തിൽ 3ാം സ്ഥാനം നേടിയ MES ഹയർ സെക്കൻഡറി സ്കൂളിനെയും അനുമോദിക്കും. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി, വാർഡ് അംഗങ്ങൾ, CDS ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ മാനത്തുമംഗലം പൊന്നിയാംകുറിശി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് മലപ്പുറം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ മാർച്ച് 30-നകം പൂർത്തിയാക്കേണ്ടതായിരുന്നു. മാനത്തുമംഗലം പൊന്നിയാംകുറിശി ബൈപ്പാസിന്റെ നിർമ്മാണം റോഡിന്റെ ടാറിംഗ് ആണ് ഇനി അവശേഷിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിൽ ഈ വർഷം മാർച്ച് 30-ന് മുമ്പായി മാനത്തുമംഗലം പൊന്നിയാംകുറിശി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ഉള്ളത്. മലപ്പുറം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ട്രഷറർ K കുഞ്ഞി മുഹമ്മദ് അപേക്ഷ നൽകിയതിനെ തുടർന്ന് വിവരാവകാശത്തിന് നൽകിയ മറുപടിയിലാണ് റോഡിന്റെ പൂർത്തീകരണം സംബന്ധിച്ചുള്ളത്. മഞ്ചേരി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഞാൻ വിവരാവകാശ പ്രകാരം 22/2/2012 ഒരു അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എനിക്ക് തന്ന മറുപടി പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും പൊന്നിയാംകുറിശി വരെയുള്ള റോഡിന്റെ പ്രവൃത്തി 29/9/2011 മുമ്പ് എഗ്രിമെന്റ് പ്രകാരം പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതായിരുന്നുവെന്നും അത് 30/3/2012 പണി പൂർത്തീകരിക്കുന്നതാണെന്നും തുടർന്ന് ഹെവി വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ ആ വഴി തിരിച്ചുവിടുന്നതായിരിക്കും എന്ന് എനിക്ക് വിവരാവകാശ പ്രകാരം മറുപടി നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഈ വിവരാവകാശ പ്രകാരമുള്ള മറുപടി ലഭിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ഇന്നും ആ റോഡിന്റെ പണി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി പോലും ഇപ്പോഴും പെരിന്തൽമണ്ണയിൽ നടന്നതായി കാണുന്നില്ല. ഈ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായാൽ മഞ്ചേരി, മലപ്പുറം, വളാഞ്ചേരി, കോട്ടക്കൽ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ ജംഗ്ഷനിലൂടെ കടന്നുപോകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തതായും സ്വകാര്യ ബസ് ഉടമസ്ഥ സംഘം മുന്നോട്ട് വെക്കുന്നു. ഈ സംവിധാനം നിലവിൽ വന്നാൽ 4 കിലോമീറ്ററിലധികം ദൂരം കുറവ് വരുമെന്നാണ് സ്വകാര്യ ബസ് ഉടമസ്ഥ സംഘം കണക്കാക്കുന്നത്.
ക്യാമ്പസുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റുകൾ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് മണ്ണാർക്കാട് MES കല്ലടി കോളേജിലേക്ക് MSF മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ യൂണിയൻ തിരഞ്ഞെടുപ്പ് രീതി അട്ടിമറിക്കാനുള്ള മാനേജ്മെന്റ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് MSF മാർച്ച് നടത്തിയത്. ലീഗ് ഓഫീസിൽ നിന്നാരംഭിച്ച മാർച്ച് കോളേജിന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് P. മുനീർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി അംഗം KT അബ്ദുള്ള, MSF ഭാരവാഹികളായ K. നിസാം, ഫായിസ്, റഷീദ്, ജിഷാദ്, PT റംഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ കലാലയങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു വിദ്യാർത്ഥികളുടെ കുട്ടികളി മാത്രമല്ല. നാളെ ഈ കേരളത്തിലെ ഈ സമൂഹത്തിന്റെ ഈ സംസ്കാരത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് ഉയർന്നു വരേണ്ടവർ ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. ക്യാമ്പസുകളിൽ നന്നായി പഠിച്ച് നന്നായി ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനാധിപത്യം എന്താണെന്ന് ക്രിയാത്മകമായി പ്രായോഗിക തലത്തിൽ പരിശീലിച്ചവരാണ് നാളെ കേരളത്തിന്റെ ഭരണാധികാരി. തൂത പട്ടിക്കാംതോട് പാലത്തിൽ അപകടം പതിയിരിക്കുന്നു. വീതി കുറഞ്ഞതും കൈവരികൾ ഇല്ലാത്തതുമാണ് അപകട ഭീതി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരുമാണ് ദിവസേന ഇതുവഴി കടന്നുപോകുന്നത്. തൂതയിൽ നിന്നും കുളപ്പാടം റോഡുമായി ബന്ധിപ്പിക്കുന്ന വഴിയിലാണ് പട്ടിക്കാംതോട് പാലമുള്ളത്. നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഇതുവഴി ദിവസേന കടന്നുപോകുന്നു. പാലം വീതി കുറഞ്ഞതും കൈവരികളില്ലാത്തതുമാണ് പാലത്തിലൂടെ യാത്ര സുരക്ഷിതമല്ലാതാക്കുന്നത്. സ്കൂൾ കുട്ടികളെയും കൊണ്ടുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ടെമ്പോ പോലുള്ളവ സൂക്ഷ്മതയോടെ പാലത്തിലൂടെ കടന്നുപോയില്ലെങ്കിൽ അപകടം സംഭവിക്കുമെന്നത് ഉറപ്പാണ്. പലപ്പോഴും വാഹനങ്ങളുടെ ചക്രങ്ങൾ പാലത്തിന് പുറത്തേക്ക് പോകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രണ്ട് സൈഡും വീതി കൂട്ടുക, അതായത് 2-3 വട്ടം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീല് പുറത്തായിരുന്നു. എന്നിട്ട് ആൾക്കാരൊക്കെ പാടെ കൂടി വീട്ടിട്ട് കയറ്റി വീതി കൂട്ടി ക്ലിയർ ആക്കുക. വാഹനങ്ങൾ കൂടാതെ സമീപത്തുള്ള LP സ്കൂളിലേക്ക് കുട്ടികൾ നടന്നു പോകുന്നതും ഇതുവഴി തന്നെയാണ്. കൈവരികളില്ലാത്തത് കുട്ടികളുടെ യാത്രയ്ക്കും ഭീഷണി സൃഷ്ടിക്കുന്നു. പാലത്തിന്റെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് അടർന്ന കമ്പിയും പുറത്തു കാണുന്നുണ്ട്. പാലത്തിന്റെ വീതി കൂട്ടി കൈവരികൾ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പാലത്തിന് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. തൂതേന്ന് എളുപ്പം കുളപ്പട റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണത്. അതിനൊക്കെയുള്ളത് ഒരു നടപ്പാലാണത്. നടപ്പാലം എന്ന് പറഞ്ഞാൽ ഗതാഗത യോഗ്യമായുള്ളൊരു പാലം തന്നെയാണ്. പക്ഷെ ഇതെന്താ വീതി ഇല്ലാത്തതുകൊണ്ട് ഏത് സമയത്തും ഇതിന് കൂടെ കാർ അതുപോലെ തന്നെ ടെമ്പോ എല്ലാം കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. ഏത് സമയത്തും റോട്ടിൽ ചാടാം എന്നുള്ളതാണ്. പല സമയത്തും 1-2 വണ്ടികളുടെ വീല് ഈ പാലത്തിന് തെറ്റി റോട്ടിലേക്ക് ചാടാനുള്ള സാധ്യതകൾ പറ്റിയിട്ടുണ്ട്. അതേ സമയത്ത് അപകടം സംഭവിക്കാവുന്ന ഒരു ഇതാണ്. അതുകൊണ്ടിപ്പോൾ പറയാനുള്ളത്, ഈ പാലം 2 സൈഡും കെട്ടി വീതി കൂട്ടി കൈവരി കൊടുത്ത് അത് ഗതാഗത യോഗ്യമാക്കണം എന്നാണ് നാട്ടുകാരുടെ വലിയൊരു അഭിലാഷം, ഒരു ആഗ്രഹം തന്നെ. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നാട്ടുകാർ തന്നെ നിർമ്മിച്ച മറ്റൊരു പാലവുമുണ്ട്. വടക്കുംപാടം റോഡിൽ നിന്നും തൂത കുളപ്പട റോഡുമായി ബന്ധിപ്പിക്കുന്നതാണിത്. തെങ്ങും കവുങ്ങും പലകയും കൊണ്ട് നിർമ്മിച്ചതാണ് പാലം. ഇതുകൊണ്ട് മെയിൻ റോഡിലെത്ര 3 കിലോമീറ്ററോളം ലാഭിക്കാം. 200ഓളം കുടുംബങ്ങൾക്കാണ് ഇതിന് പ്രയോജനം കിട്ടുന്നത്. ഇവിടെ സ്ഥിരമായൊരു പാലം എന്നതും നാട്ടുകാരുടെ സ്വപ്നമാണ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പിയിൽ അനധികൃതമായി മണൽ വാരാൻ ഉപയോഗിച്ചിരുന്ന തോണികൾ പിടികൂടി നശിപ്പിച്ചു. പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ KM ദേവസ്വിയുടെ നേതൃത്വത്തിലാണ് തോണികൾ പിടികൂടിയത്. പട്ടാമ്പി മേഖലയിൽ ഭാരതപ്പുഴയിലെ വിവിധ കടവുകളിൽ അനധികൃതമായി മണൽ വാരിയിരുന്ന തോണികളാണ് സർക്കിൾ ഇൻസ്പെക്ടർ KM ദേവസ്വിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. വിവിധ കടവുകളിൽ നിന്നായി പിടികൂടിയ 10ഓളം തോണികൾ JCB ഉപയോഗിച്ച് നശിപ്പിച്ചു. അനധികൃത മണലെടുപ്പിനെതിരെ നടപടികൾ കർശനമാക്കിയതിനെ തുടർന്നാണ് തോണികൾ പിടികൂടി നശിപ്പിച്ചത്. മുമ്പും തോണികൾ പിടികൂടിയിരുന്നെങ്കിലും ഇവ നശിപ്പിക്കാതെ പിന്നീട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ തോണി ഉപയോഗിച്ച ഭാരതപ്പുഴയുടെ ഉൾത്തടങ്ങളിൽ നിന്നുവരെ മണൽ വാരുന്നത് വ്യാപകമായ സാഹചര്യത്തിലാണ് ഇത് പിടിച്ചെടുത്ത് നശിപ്പിക്കാൻ തീരുമാനിച്ചത്. അനധികൃത മണൽക്കടത്ത് പൂർണ്ണമായും തടയുകയാണ് ലക്ഷ്യമെന്ന് പട്ടാമ്പി CI KM ദേവസ്യ പറഞ്ഞു. 7 തോണികൾ അനധികൃതമായിട്ട് മണൽ കയറ്റുന്നതായിട്ട് കണ്ട് പോലീസ് SIയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടി വന്ന് പിടിച്ച് ഇപ്പോൾ JCB കൊണ്ട് തല്ലി തകർത്ത് കളയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ തോണികൾ, അനധികൃതമായിട്ട് മണൽ കയറ്റുന്ന തോണികൾ എവിടെ കണ്ടാലും പിടിച്ച് കളയും. ഇതിപ്പം ഭാരതപ്പുഴയിൽ തന്നെ ഇത് 11ാമത്തെ തോണിയാണ് മൊത്തം അടിച്ചു പൊളിച്ച് കളയുന്നത്, അനധികൃതമായിട്ട് മണൽ കയറ്റുന്നത്. ഇനിയും തോണി ഇറക്കിയാൽ തീർച്ചയായിട്ടും കർശനമായ നടപടി ഉണ്ടാകുന്നതാണ്. ഷൊർണൂർ നഗരസഭയുടെ 2012-2013 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാർ ചൊവ്വാഴ്ച നടന്നു. അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾക്കാണ് ഈ വർഷം പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്.
ചൊവ്വാഴ്ച കുളപ്പുള്ളി യത്തീംഖാന ഓഡിറ്റോറിയത്തിലാണ് ഷൊർണൂർ നഗരസഭ വികസന സെമിനാർ നടന്നത്. ചെയർമാൻ MR മുരളി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ T സീന അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK ഹമീദ്, P മുഹമ്മദ്, K കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് ജയ, രുക്മിണി ടീച്ചർ, സെക്രട്ടറി ഇൻചാർജ് KV വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് വികസനം, കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി തുടങ്ങി അടിസ്ഥാന മേഖലയ്ക്ക് ഊന്നൽ നൽകിയാണ് 2012-2013 വർഷത്തെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലോകബാങ്ക് ജനസഹായത്തോടെ ടൗൺ ഹാൾ നിർമ്മാണമാണ് മറ്റൊരു പ്രധാന പദ്ധതി. ഒറ്റപ്പാലം തോട്ടക്കര അരിയൂർ തെക്കുമുറി സ്കൂളിൽ സമഗ്ര വിദ്യാലയ വികസന പദ്ധതിയായ സ്റ്റെപ്പിന് തുടക്കമായി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ P പാറുകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ 2 സ്കൂളുകളിലാണ് സ്റ്റെപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. 5 വ്യത്യസ്ത മേഖലകളിലൂടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുവഴി നടപ്പാക്കും. ഗണിതബോധം, ആരോഗ്യ ശുചിത്വബോധം, വിവരവിനിമയ സാങ്കേതിക വിദ്യയിലെ നേട്ടം, വായനാശീലം, സ്വയം പരീക്ഷണങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവ് എന്നിവയാണ് വിദ്യാർത്ഥികളിൽ പദ്ധതി ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ S ശെൽവൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് K ശിവദാസ് അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാത ശിവൻ, ഹെഡ് മിസ്ട്രസ് P കൃഷ്ണകുമാരി, OD അജിതകുമാരി, TP പ്രദീപ് കുമാർ, K കരുണാകരൻ, MA സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുമരംപുത്തൂർ പയ്യനടം ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ശുദ്ധീകരണശാല സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. 1000-ഓളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങി. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ഒരാഴ്ച വേണ്ടിവരുമെന്ന് വാട്ടർ അതോറിറ്റി. പെരിന്തൽമണ്ണ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കൂട്ട സിസേറിയൻ നടത്തിയതുമായി ബന്ധപ്പെട്ട് മലപ്പുറം DMO അന്വേഷണം നടത്തി. അനസ്തേഷ്യസിന്റെ അഭാവം മൂലമാണ് കൂട്ട സിസേറിയൻ നടത്തേണ്ടി വന്നതെന്ന് വിശദീകരണം. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം നിയമക്കുരുക്കിൽ. കെട്ടിട നിർമ്മാണത്തിനെതിരെ സ്വകാര്യ വ്യക്തി നൽകിയ പരാതി തീർപ്പായില്ല. പ്രശ്നപരിഹാരത്തിന് ജനപ്രതിനിധികൾ ഇടപെടണമെന്ന് ആവശ്യം. വളർച്ചയുടെ പടവുകൾ വിശദീകരിച്ച് കുടുംബശ്രീ മിഷന്റെ പുസ്തകയാത്ര. കുടുംബശ്രീക്കായി മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് ഉദ്ഘാടനം ഒക്ടോബർ 1-ന്. പെരിന്തൽമണ്ണ മാനത്തുമംഗലം പൊന്നാംകുറിശി ബൈപ്പാസിന്റെ നിർമ്മാണം വൈകുന്നതിനെതിരെ മലപ്പുറം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്ത്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബൈപ്പാസ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.